എത്ര ക്രൂരത കാണിക്കരുത് സുമതി. ഞാൻ കൊടുത്ത ചോക്ലേറ്റ് പോലും ബിന്ദു വാങ്ങിയില്ല. അവള് ചോക്ലേറ്റ് നിന്നല്ല വളർന്നത്, കഞ്ഞി കുടിച്ചാണ്. ചോക്ലേറ്റ് നിങ്ങളെപ്പോലെ പണക്കാർക്കുള്ളതാണ്. അപ്പോ വാസു പാവപ്പെട്ടാനായിരിക്കും. അതെ. ആരാണ് അയാൾ? അറിയില്ല, പക്ഷേ ഇവിടെയാണ് താമസം. സുമതിയുമായുള്ള ബന്ധം പറയാറായിട്ടില്ല. വേണ്ടിയിട്ട് പോലും ഇല്ലല്ലോ. എന്നോട് പിണക്കമാണ്. പിണങ്ങാനും ഞാനാരാ? വാസേട്ടാ, ജോലി ഇല്ലെങ്കിൽ വൈകുന്നേരം മേസ്ത്രി വഴക്ക് പറയും. നീ വന്നാൽ ഉടനെ വിവാഹം നടത്താമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. നിന്റെ മൗനം എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി തുളസി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ല. എന്ത് പറഞ്ഞിരുന്നില്ലെന്നോ? എന്ന് വെച്ചാൽ രമേശ്, നിനക്ക് വേണ്ടി ചെയ്യാവുന്നിടത്തോളം ത്യാഗം ചെയ്തവനാണ് ഞാൻ. അച്ഛൻ പറഞ്ഞ സത്യമാണ്. അച്ഛൻ്റെ എല്ലാമാണ്. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നീയാണ്. അച്ഛനെ വേദനിപ്പിക്കരുത്. നീ വേദനിക്കാതിരിക്കാനാണ് മോനെ ഈ അച്ഛൻ ജീവിക്കുന്നത് തന്നെ. എനിക്കൊന്നേ അറിയണ്ടു, നീ തുളസി വിവാഹം കഴിക്കുമോ ഇല്ലയോ? അത് പറയാറായിട്ടില്ല. സാവിത്രി, ഒരു ഗ്ലാസ് ഇങ്ങെടുത്തേ. വാസു, വാസു, വാസു എന്നിവിടെയാണ് കിടക്കുന്നത്? അല്ല, വാസു പോകൂ. എന്നും കിടക്കുന്നിടത്തേ കിടക്കൂ. വേണമെന്നില്ല. വാസു, ഇത് കയറുപുരയാണ്. ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി, എല്ലാം നീറി ചാമ്പലാകും. ചകിരി മാത്രമല്ല, മനസ്സും. വാസു, മനസ്സിനെ നീറ്റിക്കുന്നത് തീപ്പൊരിയല്ല, സംശയമാണ്. എന്നെ ഒരു സ്നേഹിതനായി കണക്കാക്കിയാൽ മതി. വാസു പോകൂ. ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. സുമതി കിടന്നുറങ്ങിക്കോളൂ.
ഇരിക്കൂ ധർമ്മൻ ചേട്ടാ, ഇരിക്കൂ. ആ താഴെ. പിന്നെ ഇത് മാധവൻ ചേട്ടന്റെ ബനിയനാ? മാധവൻ ചേട്ടനും ഞാനും ഒന്നല്ലേ? ധർമ്മ ക്ഷീണിച്ചു പോയോ? ധർമ്മം പോയി ചായ കുടിച്ചോ. അതിന്റെ ഞാൻ പോയി ചായ കുടിക്കാനോ? ആ ഇത് ആരുടെ ബനിയനാന്നറിയാമോ? മാധവൻ ചേട്ടന്റെ. പട്ടി. സന്തോഷം സന്തോഷം. ചവിട്ടിക്കളിങ്ങൾ. മൂക്കിന്റെ ദേഷ്യമാണോ? ഇഷ്ടമാണോ? എന്താ ഇഷ്ടമില്ലാത്തത്? എനിക്ക് വാസുമാവിനെ ഇഷ്ടം. എനിക്ക് വീട്ടിൽ പോകണം. വരൂ. കൊച്ചു മുതലാളി ആള് കൊള്ളാമല്ലോ. ചെറിയ മീനിനെ ഇട്ട് വലിയ മീനിനെ പിടിക്കാം. പരിപാടി കൊള്ളാം. ഇല്ലടാ വർമ്മ? സ്വയംഭം സാധന കൊച്ചു മുതലാളി വിടണ്ട. പക്ഷെ ഒരു കാര്യം, വലിയ മുതലാളി കുറെ കയറി ഇറങ്ങിയതാ. കൊച്ചു മുതലാളി പിടിക്കുന്നു. കൊള്ളാം. കൊച്ചു മുതലാളിക്ക് തല്ലാൻ അറിയാം. പാവം അറിയാതെ ചെയ്തായിരിക്കും. നമ്മൾ മുതലാളി പോ. ഗുഡ്, വെരി ഗുഡ്. അല്ലേ? അയ്യോ വലിയ സംശയമുണ്ടോ? വാസു, ഞാൻ വാസുവിൽ നിന്നും ഈ ഉപകാരം പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കാറില്ലല്ലോ. നിൽക്കൂ.
വളരെ നന്ദി. നീ എന്തിനാ മാധവ നിന്ന് കരയണത്? എന്തിനാ കരയുന്നതെന്ന് നിന്ന് മൂങ്ങ കാര്യം പറ. മുതലാളി, ഈ തറവാടിന്റെ പേരെന്താണ്? ഇല്ലിക്ക് തറവാട് ആണല്ല, ഞാൻ പോണ്. മാധവ. മുതലാളി ഇവിടുത്തെ ആരാ? ഇല്ലിക്കൽ തറവാട്ടിലെ മുതലാളി. ഈ തറവാടിന് ഒരു ചീത്തപ്പേരുണ്ടാവുന്ന കാര്യം ഓർക്കുമ്പോൾ എന്നെ ചങ്ക പൊട്ടിയാണ് മുതലാളി. നീ കാര്യം പറ മാധവ. ഇല്ല മുതലാളി, ഇല്ല. മാധവ, എന്നാ പറയാം മുതലാളി, പറയാം. ദൈവം പോലും അറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച പിഴച്ച പെണ്ണാണ് ആ സുമതി. ഇതാണോ കാര്യം? ഇതാണോ കാര്യമെന്നാ? മുതലാളി, കൊച്ചു മുതലാളി ഇപ്പൊ എപ്പോ നോക്കിയാലും അവിടെ തന്നെയാണ്. അനാവശ്യം പറയുന്നു മുതലാളി. ഇത് മാധവൻ കണ്ണുകൊണ്ട് കണ്ടതാണ് മുതലാളി. ഈ തറവാടിനാണ് സത്യം, മുതലാളിയാണ് സത്യം, എന്തിന് കൊച്ചു മുതലാളിയാണ് സത്യം. മാധവൻ പറയാനുള്ളത് പറഞ്ഞു. മുതലാളി, ഞാനന്ന് സുമതിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് നിന്നോട് സംസാരിച്ചിരുന്നു. നീ എന്ത് തീരുമാനിച്ചു? വാസു എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടൊന്നും തോന്നരുത്. മുതലാളിക്ക് ഇക്കാര്യത്തിൽ ഇത്ര താല്പര്യം തോന്നാൻ കാരണമുണ്ട്. സുമതിയെ എനിക്കിഷ്ടമാണ്, മകളെപ്പോലെ. 5 വർഷം മുമ്പ് ജോലിക്ക് വേണ്ടി ഒരു കൈക്കുഞ്ഞുമായി എന്നെ സമീപിച്ച അവളിൽ ഞാൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു മകളെ കണ്ടെത്തി. അവളെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്കവളെ സ്വീകരിച്ചുകൂടെ? കൊച്ചു മുതലാളിയും കൂടി ഒന്ന് ചോദിച്ചേക്കും. ഇതെന്ത് കൂത്താ? അല്ല, നിന്റെ ശരീരത്തിൽ തുണിയുണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കുകയായിരുന്നു. സർപ്പയജ്ഞക്കാരുടെ കണ്ണാടി കൂടിനേക്കാൾ കഷ്ടമാണല്ലോടി സാവിത്രി നിന്റെ ഈ ബ്ലൗസ്. പിന്നെ ഞാൻ ചമഞ്ഞൊരുങ്ങി നടക്കുന്നത് കൊണ്ടുള്ള അസൂയ അല്ലേ? ഞാൻ അസൂയുള്ളവനായിരുന്നെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിലായിരുന്നേനെ, കൊലക്കുറ്റത്തിന്. നിങ്ങളുടെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. ഞാൻ പാലി വെള്ളം ചേർക്കുന്നു, നീ ജീവിതത്തിലും സമാസമം. വാസുവേട്ടൻ എവിടെ പോയിരുന്നു? മുതലാളി വിളിപ്പിച്ചിരുന്നു. എന്തിന്? മുതലാളിയുടെ അഭിപ്രായം ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നാണ്. എന്നിട്ട് വാസുവേട്ടൻ എന്ത് പറഞ്ഞു? കൊച്ചു മുതലാളിയുടെ മുമ്പ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അയ്യോ, വാസു, വാസു. വാസുവേട്ടൻ വെളിയിൽ പോയിരിക്കുക. എന്നാ ഞാൻ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഗോപാലേട്ട. അത് ചുമ്മാതാ, നിന്റെ മുഖം കണ്ടാലറിയാം. നിന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇവിടെ ഒന്നിരിക്കും, ഞാനൊരു തമാശ പറയാം.
തമാശ പറഞ്ഞാൽ സങ്കടം മാറുമോ? എനിക്കങ്ങനെയാ. ചങ്ക് പൊട്ടാൻ നേരത്ത് ഞാൻ എന്തെങ്കിലും തമാശ ഓർക്കും, എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കും. നീ എന്തിനാ കുട്ടി വിഷമിക്കുന്നേ? വാസു നല്ലവനാണ്, അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. പക്ഷേ എന്തോന്ന് പക്ഷേ? നല്ലത് നല്ലതിനോട് ചേർന്നാൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും. ഒരു മഠയനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മാവനും തുളസിയും മറ്റന്നാൾ ഇവിടെ വരും. ഒന്നുകിൽ ഞാൻ ഈ വിവാഹം ഉറപ്പിക്കും, അല്ലെങ്കിൽ ഗോപാല, നീ എന്തിനാ കരയുന്ന? എന്ത് പറ്റിയെന്ന് പറ. വാസുവിന് സ്വന്തമായ വയലിൽ അന്യനൊരുത്തൻ ബലാത്കാരമായി കൃഷി ചെയ്താൽ വാസു എന്ത് ചെയ്യും? അടിച്ചാണ്ട് കരണം വിട്ടു പറ്റി. എനിക്ക് അതിന് പോലും സാധിക്കുന്നില്ലല്ലോ വാസു.